അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബാക്കളുമായി ഒരു വഴിയിലൂടെ നടന്നു പോവുകയായിരുന്നു. ഇടയ്ക്ക് രണ്ട് കവറിന്റെ അരികിൽ എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിന്നു. എന്നിട്ട് സഹാബികളോട് ചോദിച്ചു, സഹാബാക്കളെ, ഈ രണ്ട് കവറിൽ ഉള്ള ആളുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവർ ചെയ്ത തെറ്റ് ഇവരുടെ കണക്കിൽ വളരെ ചെറുതാണ്, എന്നാൽ അള്ളാഹുവിൻ്റെ കണക്കിൽ വലിയ തെറ്റുമാണ്. അപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, എന്താണ് യാ റസൂലുള്ളാഹ് ഇവർ ചെയ്ത തെറ്റ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബികളോട് പറഞ്ഞു, ഒരാൾ മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ ശരിക്കും നജസ് കഴുകി വൃത്തിയാക്കാത്തവനും, രണ്ടാമത്തെ ആള് ആളുകൾക്കിടയിൽ ഫിത്ന പറഞ്ഞ് നമീമത്ത് പറഞ്ഞ് നടക്കുന്നവനുമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്ത് കണ്ട ഒരു പച്ച ഈന്തപ്പനൻ്റെ മടൽ കീറിയിട്ട് ആ രണ്ട് കഷ്ണങ്ങളാക്കിയിട്ട് ആ രണ്ട് കബറിൻ്റെ രണ്ട് തലക്കലും കുത്തിയിട്ട് പറഞ്ഞു, ഈ സാധനം പച്ചയായിക്കൊണ്ടിരിക്കുമ്പോഴെല്ലാം ഇത് അള്ളാഹുവിന് തസ്ബീഹ് ചെല്ലും. ഈ സമയത്തെല്ലാം ഈ തസ്ബീഹിൻ്റെ ബർക്കത്ത് കൊണ്ട് ഈ കബറിലുള്ള ആളുകൾക്ക് അള്ളാഹു ശിക്ഷ ഇളവ് ചെയ്തു കൊടുക്കും എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഇതിൽ നിന്ന് നാം രണ്ട് കാര്യം മനസ്സിലാക്കാനുണ്ട്. ഒന്ന്, വലിയ തെറ്റാണ് നജസുകൾ കഴുകി വൃത്തിയാക്കാതിരിക്കലും ആളുകളെ പറ്റിയിട്ട് ഫിത്ന പറഞ്ഞ് നടക്കലും. രണ്ടാമത്തെ കാര്യം, ഒരു മരത്തിൻ്റെ കൊമ്പ് പോലും ഒരു കബറിൻ്റെ മേലിൽ ഇരുന്നിട്ട് അള്ളാഹുവിനോട് തസ്ബീഹ് ചൊല്ലിയാൽ അതിൻ്റെ പ്രതിഫലം കാരണം ആ കബറിലുള്ള ആളുകൾക്ക് അവരുടെ ശിക്ഷയിൽ ഇളവ് ലഭിക്കുമെങ്കിൽ നാം മരണപ്പെട്ടവർക്ക് വേണ്ടിയിട്ടും ദുആ ചെയ്യുക, ദിക്ർ ചെയ്യുക, ഖുർആൻ ഓതുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലമായിട്ടും അല്ലാഹു തആല അവരുടെ ദോഷം ഇളവ് ചെയ്യും എന്നും നാം മനസ്സിലാക്കണം. നിങ്ങൾക്കെല്ലാവർക്കും അല്ലാഹു തആല ആരോഗ്യവും ആഫിയത്തും ഇസ്സത്തും ഐശ്വര്യമുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.